കൊല്ലം പോർട്ട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 3-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ഓഗസ്റ്റിൽ ദുബായിൽ പോയിരുന്നു. പോയി 2 ദിവസം കഴിഞ്ഞ ഉടനെ എൻ്റെ കയ്യിൽ ചെറിയൊരു തടുപ്പുകൾ തോന്നി. ഞാനവിടെ വേറെ 2 ഡോക്ടർമാരെ കാണിച്ചെങ്കിൽ അവർ പറഞ്ഞ് സർജനെ കാണിക്കണം. അങ്ങനെ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. പുറത്തുള്ളത് കൊഴുപ്പാണ്, പക്ഷേ ഉള്ളിലുള്ള തടുപ്പ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കണ്ടെത്താൻ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് അന്ന് തന്നെ സ്കാൻ ചെയ്ത് നോക്കുകയും ഡോക്ടർ പറഞ്ഞു ഇത് MRI ചെയ്യണം, MRI ചെയ്ത് ഇത് ന്യൂറോനെ കാണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ തന്നെ ഞാൻ ഇത് കുഴപ്പമുള്ളതാണെന്നുള്ള അന്നേരം എനിക്കൊന്ന് സംശയം തോന്നി. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദിവസം രാത്രി കിടക്കാൻ നേരത്ത് ഏകദേശം 2 മണി വരെയെങ്കിലും ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഇന്ന് രാത്രി വിഷമിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് മൊബൈലെടുത്ത സമയത്ത് കൈതട്ടി ഓണായത് യൂട്യൂബായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നത് വന്ന് കിടന്നത് അച്ഛൻ്റെ ഫോട്ടോയും കൃപാസനത്തിലെ ഒരു വീഡിയോയുടെ ഇതുമായിരുന്നു നടന്നത്. അപ്പം അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ സാക്ഷികൾ കണ്ടു തുടങ്ങി. സാക്ഷ്യങ്ങൾ ഓരോന്ന് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഉള്ളിലെന്തോ വലിയൊരു വിശ്വാസം തോന്നി. മുമ്പൊന്നും ഈ കൃപാസനത്തെ പത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോഴെങ്കിലും എനിക്ക് അത്ര വിശ്വാസം തോന്നിയിരുന്നില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ കൃപാസന സാക്ഷ്യങ്ങൾ കേട്ട് അത് എന്നും അങ്ങനെ കേട്ടുറങ്ങാനുള്ള ഇതായി. പൂർണ്ണമായിട്ടും ഫേസ്ബുക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഫേസ്ബുക്ക് ഞാൻ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. ഏതെങ്കിലും വീഡിയോസ് സെൻഡിങ് മാത്രമേ ഫേസ്ബുക്കിലോട്ട് ചെയ്യുന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അമ്മയോട് നേർന്നു, അമ്മയെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, വന്നിറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം അമ്മയോട് നേർന്നു. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ഡോക്ടർമാർക്ക് അയച്ചു കൊടുക്കുകയും അവർ പറഞ്ഞത് ചിലപ്പോൾ ഇത് ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടാവാം, ചിലപ്പോൾ ഇത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പോയി എന്തായാലും 1 മാസം വരെ അവിടെ കടിച്ചു പിടിച്ച് നിന്ന് പെട്ടെന്ന് പിന്നെ ഉടനെ നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് കൊല്ലത്തിൻ്റെ നാട്ടിലൊരു ഗവൺമെൻറ് ഡോക്ടർ സർജനെ കാണിച്ചു. ആ ഡോക്ടറും അതേ കണക്ക് തന്നെ പറഞ്ഞ് ഇത് ഇച്ചിരി MRI ചെയ്ത് നോക്കണം, പിന്നെ ഇത് പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടറും പറഞ്ഞത്. അത് അവിടെ കൊല്ലത്ത് ചെയ്യേണ്ട മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ടുള്ള ഡോക്ടറിൻ്റെ പേരുമൊക്കെ എഴുതി മേടിച്ച് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പം അന്ന് സന്ധ്യ ആയപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ വൈദ്യനാണ് രാജസ്ഥാനിൽ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് പ്രൈവറ്റിലൊന്ന് തിരക്കി നോക്കാം, പ്രൈവറ്റിൽ തിരക്കി നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ രാവിലെ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കൊല്ലം പ്രൈവറ്റിൽ, അവിടെ ഞാൻ ചെന്നു. അവിടെ ന്യൂറോ ഉള്ളതായിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ ന്യൂറോക്കാണ് ഞാൻ വൈഫ് ഫയലെടുക്കാനായിട്ട് പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിക്കുന്ന ഫിസിഷ്യൻ്റെ റൂം അവിടെ നിന്ന് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഡോക്ടറിനെ ഒന്ന് റിസൾട്ട് ഒന്ന് കാണിക്കണം, എനിക്കൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് വൈഫ് ഉടനെ തന്നെ ഫിസിഷ്യനെ ന്യൂറോനെ കാണിക്കാനുള്ള ഫയലെടുത്തിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞെങ്കിൽ നമുക്കിനി ന്യൂറോനെ കാണിച്ചിട്ട് ഈ ഡോക്ടറെ കാണിക്കാം എന്നുള്ള ഒരു ഡോക്ടറെ കാണാമെന്നുള്ളൊരു തീരുമാനത്തില്ല. അങ്ങനെ ഞങ്ങൾ മേളിലോട്ട് നടന്ന് ചെല്ലുന്ന സമയത്താണ് കാണണമെന്ന് വിചാരിച്ച ഡോക്ടർ തന്നെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് പെട്ടെന്ന്, അതായത് പലതവണ ആ ഡോക്ടറെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും നേരെ കണ്ടിട്ടില്ല, ആ ഡോക്ടർ അങ്ങനെ അനങ്ങാതെ പോകത്തേ ഉള്ളായിരുന്നു. പക്ഷെ അന്ന് പ്രത്യേകമായിട്ട് മാതാവ് കൊണ്ട് മുമ്പിൽ നിർത്തി കണക്ക് ഒരു പ്രത്യേക രീതിയിൽ തന്നെ വന്നതിൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ പടി കയറിക്കൊണ്ട് പോകുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഡോക്ടർ വെച്ച് എന്തോ പറ്റി? അപ്പോൾ ഞാൻ ഡോക്ടർ മുമ്പ് കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ഇപ്പോൾ വെച്ച് കുഴപ്പമാണല്ലോ. അപ്പോൾ ഡോക്ടർ വെച്ച് എന്തോ പറ്റി? അത് കൈയുടെ മുഴ ഞാൻ സ്കാൻ ചെയ്ത് നോക്കി, പക്ഷേ അതിപ്പോൾ ഇച്ചിരി കുഴപ്പമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് റിസൾട്ട് കാണിച്ചു. അപ്പോൾ അതുവരെയുള്ള ഡോക്ടർമാരെല്ലാം പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞെങ്കിലും പക്ഷേ ആ ഡോക്ടർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഞാൻ മുമ്പ് എനിക്ക് കൈവച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എന്തോ നരമ്പുകൾ തമ്മിൽ അങ്ങനെ കിടക്കുന്ന പോലെ തോന്നിയെന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അന്നേരം പോലെ ഞാൻ ഈ ഡോക്ടർ ഇങ്ങനെ പല ഡോക്ടർമാരും വേറെ രീതിയിലാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പേടിക്കേണ്ട കാര്യം, ഇതുകൊണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ ന്യൂറോനെ കാണിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് വന്നത്. അതിന് ഇവിടെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, ഒരു കാര്യം ചെയ്ത് അത് പുറത്ത് കാണിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല, ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ തന്നെ ഒരു മറുപടി പറയാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ 3 സ്ഥലം പറഞ്ഞു. അതിൽ ഒരു ഹോസ്പിറ്റൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവിടെ കാണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മാതാവിൻ്റെ ഭയങ്കര ഒരു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന വാക്കുകളും പെട്ടെന്നായിരുന്നു ഒരേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ ആ ഡോക്ടറും ഒരു ടെസ്റ്റും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടില്ല. അവിടെ നിന്ന് എടുത്ത സ്കാൻ മാത്രം കൊടുത്തപ്പോൾ ഡോക്ടർ നോക്കിയോട്ട് എൻ്റെ അടുത്ത് നോക്കി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇതങ്ങ് എടുത്ത് ടെസ്റ്റിന് കൊടുത്തേക്കാം എന്നിങ്ങനെ പറഞ്ഞു. അതിപ്പോൾ ഇന്ന് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത്
അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഈ കാര്യം തന്നെ ഞങ്ങളിവിടെ ഉടമ്പടിയിൽ വെച്ചരുത്, ഭാര്യ ആണ് ഉടമ്പടി എഴുതി തന്നത് എനിക്ക് ഇവിടെ വന്നിട്ട്. പക്ഷേ അത് എഴുതിയപ്പോഴത്തേക്ക് ഭാര്യ എഴുതി ഓപ്പറേഷൻ കൂടാതെ മാറണമെന്നായിരുന്നു. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ ഞാൻ ഇത് ഓപ്പറേഷൻ ചെയ്ത് കൊള്ളാം, പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും അതിനകത്തുണ്ടാകരുതെന്ന് മാത്രമേ അമ്മയോട് ചോദിച്ചുള്ളൂ. എനിക്ക് അതിൽ നിന്ന് അമ്മ പരിപൂർണമായ സൗഖ്യം നൽകി. അത് കഴിഞ്ഞിട്ട് ഉള്ളത് കടബാധ്യതയായിരുന്നു വെച്ചിരുന്നത്. എന്തായാലും ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് ഒരു 2.5 ലക്ഷം രൂപയോളം കടബാധ്യത, അതായത് വളരെ ടൈറ്റായി നിൽക്കുന്ന സമയമായിരുന്നു. എല്ലാവരും പൈസ ആവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു മാസം കൂടെ കഴിഞ്ഞ് കിട്ടേണ്ട ചിട്ടി പൈസ അമ്മ അതിലോട്ട് പോകാതെ 1 മാസം മുമ്പേ എനിക്ക് ആ ചിട്ടി പൈസ ലഭിച്ചു. എല്ലാ കടബാധ്യതയും തീർത്തുകൊണ്ട് പിറ്റേ ആഴ്ചയിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ 2.5 ലക്ഷം രൂപയോളം കടബാധ്യത എനിക്ക് കുറച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി പുതുക്കാനായിട്ടുള്ള വരുന്നത് എൻ്റെ ചിറ്റ, അതായത് ഞാൻ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അത് എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുക, നമുക്കത് എങ്ങനെയാണ് നമ്മളെ അറിയാത്ത ആൾക്കാരെ പോയി എങ്ങനെയാണ് എന്താണ് ചോദിക്കുക എന്ന് പോലും അറിയത്തില്ലല്ലോ. ആ ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയത്തില്ല, അമ്മ തന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് വെളിപ്പെടുത്തരണം. അമ്മ എനിക്ക് കാണിച്ചു തന്നത് വഴിയോരങ്ങളിലിരിക്കുന്നവരെയാണ്. അതായത് ഒരു നേരത്തെ ആഹാരമെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു അമ്മ എനിക്ക് കാണിച്ചു തന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്ത് മാസത്തിലൊരിക്കലെന്നാണ് ഞാൻ ആദ്യം കരുതിയതെങ്കിലും, പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ അത് തുടങ്ങി ആകെ 13 പൊതിയിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മാസത്തിൽ ഒരിക്കലെന്നുള്ളത് ആഴ്ച തോറും ചെയ്യണമെന്നുള്ളൊരു രീതിയിലേക്ക് പോയി. കാര്യം കൊടുത്തത് തികഞ്ഞില്ല. ഓരോരുത്തരത് വാങ്ങുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ സങ്കടം തോന്നും. അങ്ങനെ പിന്നെ എല്ലാ ആഴ്ചയിലും ചോറ് പൊതി ഇങ്ങനെ കൊടുക്കാൻ 2ാമത്തെ ആഴ്ച കൊടുത്തപ്പോൾ അതേ 13 പറ്റുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അനിയത്തി ചിറ്റ. അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ മുമ്പ് അഗതി മന്ദിരത്തിൽ കൊടുത്തുകൊണ്ടുവന്ന കുറച്ച് ചോറ് പൊതികളുണ്ട്, ഇപ്പോൾ അത് വാങ്ങുന്നില്ല, ഞാനത് വാങ്ങിത്തരാം, നിന്നെക്കൊണ്ട് കൊടുക്കുമെങ്കിലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, ഞാൻ പേപ്പറൊക്കെ കറക്റ്റ് റെഡിയാക്കി തരാം, എനിക്കത് വാങ്ങിത്തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അങ്ങനെ അവിടെ നിന്ന് മേടിച്ച് ഏകദേശം 96 പൊതിയോളം പിന്നീട് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. ആഴ്ച തോറും 50 പൊതി, 60 പൊതി, 96 പൊതിയോളം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് നിൽക്കുന്ന സമയത്താണ് ഉടമ്പടിയൊക്കെ ഏകദേശം തീർന്ന് പിന്നെ എനിക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉടമ്പടി 3 മാസം കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് മോർണിംഗ് സുഖമില്ലാത്തതുകൊണ്ട് ആ ആഴ്ച ചോറ് കൊടുക്കൽ മുടങ്ങി. പിറ്റേ 2 ആഴ്ച അങ്ങനെ പോയി. പിന്നെ 3ാമത്തെ ആഴ്ചയിൽ ചിറ്റയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലായി, ന്യൂമോണിയ ആയിപ്പോയി, കൂടിപ്പോയി. അങ്ങനെ ചിറ്റായി വേറൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ 10 ദിവസത്തോളം കിടന്ന് ഒരു കുറവുമില്ല. വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചു, പിന്നെ 10 ദിവസം മരുന്ന് കൊടുത്ത് ഒരു കുറവുമില്ല, ന്യൂമോണിയ ആയിരുന്നു. അങ്ങനെ വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തപ്പോൾ ഏകദേശം 65% നെഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു, മൊത്തവും കഫം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇനി ഇവിടെ പറ്റത്തില്ല, ഒന്നിലിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇവരുടെ കയ്യിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മെഡിസിറ്റി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചാൽ എന്താണ് കാണുന്ന സംഭവം, ആൾക്ക് സീരിയസ് ആണ്, പാടാന്ന് പറയും. അപ്പോൾ ഓക്സിജൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞു. അങ്ങനെ മെഡിസിറ്റി കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാൻ വേണ്ടി അമ്മയെടുത്ത് പോകുന്നുണ്ട്, ഈ കാര്യം ഞാൻ അമ്മയെടുത്ത് വയ്ക്കും, അമ്മയെടുത്ത് ഞാൻ ഉടമ്പടിയെ വയ്ക്കും. കാര്യം എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അമ്മ എനിക്ക് തന്ന ഒരാളാണല്ലോ, അപ്പോൾ അമ്മ നോക്കിക്കോളും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്ത് ബയോപ്സി ചെയ്ത് നോക്കണം. ബയോപ്സി എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ അകത്തുകൂടി സിറിഞ്ച് ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്നുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയി. അപ്പോൾ അതിനുള്ള പൈസയൊക്കെ അടച്ച് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി അവർ കയറ്റി. അപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ ഉടമ്പടി വെച്ച് കൊള്ളാമെന്ന്. അപ്പോൾ എല്ലാം ബയോപ്സി എടുക്കുന്നതിന് രാവിലെ തൊട്ട് ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട്, എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞ് ഇറക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള മറുപടി മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അവസാനം വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിളിക്കുന്ന സമയത്താണ് ചിറ്റാടെ മോളെ തന്നെയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞൊരു അച്ഛാ ഇതണക്കാണ് ഡോക്ടറെ ഇപ്പോൾ ഞാൻ കണ്ട്. ഡോക്ടർ അപ്പോൾ അമ്മയുടെ വേറെ സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആരടുത്ത് അവൾ ഈ കാര്യം പറഞ്ഞില്ല, എൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് മാത്രമേ ഞാൻ കാര്യം പറഞ്ഞുള്ളൂ, അവരടുത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല, അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അതായത് അമ്മയ്ക്ക് അത് ഡോക്ടർ ചെയ്യാതെ ഇറക്കിയത് അമ്മയെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയെ വെൻറ്റിലേറ്ററിലൂടെ മാറ്റേണ്ടി വരും. കാര്യം ശ്വാസപ്പെട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ ഡോക്ടർ എല്ലാ മരുന്നുകളും പൊട്ടിച്ച് എല്ലാം ഉപയോഗിക്കാനുള്ള രീതിക്ക് എല്ലാം തയ്യാറെടുത്ത സമയത്താണ് ഡോക്ടറിന് എന്നെ തോന്നി ചെയ്താൽ ശരിയാകത്തില്ല,
അതായത് മാതാവട്ടം എന്തോ ഡോക്ടറിനെ പിന്തിരിപ്പിച്ചതുപോലെ എനിക്ക് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഉടമ്പടി വെക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അമ്മ അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വെൻറ്റിലേറ്ററിലാവുമെന്നൊക്കെ പറഞ്ഞെങ്കിലും എത്ര നാൾ കിടക്കേണ്ടി വരുമെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്താൽ എന്താണെന്ന് അറിഞ്ഞാൽ ഇവർക്ക് മരുന്ന് പോലും തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ഇവർ അതുവരെ മരുന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് ഏതാണെന്ന് അറിഞ്ഞാൽ ഇവർക്ക് മരുന്ന് തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും, ഓള് താഴോട്ട് ഇറങ്ങി വാ, ഞാൻ അമ്മയുടെ കാശുരൂപം തരാം, ഉടമ്പടി കാശുരൂപം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഉടമ്പടി കാശുരൂപം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ഫോണിലോട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അയച്ചു തരാം, ഇത് അമ്മയുടെ തലങ്ങളിലടിക്കി വെക്കുക, രാത്രി മുഴുവനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചോ പറഞ്ഞു, അച്ഛാ അമ്മയ്ക്ക് ഇപ്പം വല്ല മാറ്റമുണ്ട്, ഇപ്പം പഴയതിനെ കാട്ടി നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നീട് ഡോക്ടർ പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം പിന്നീട് അത് കണക്ക് തന്നെ ഡോക്ടർ വന്ന്, അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സാമ്പിളൊക്കെ എടുക്കുന്നത് തന്നെ ഇവർ മരുന്ന് ചെയ്യാതെ തന്നെയാണ്. അപ്പോൾ കുറച്ച് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും തീരുമാനിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ബയോപ്സി ചെയ്യണമെന്ന് തന്നെ അന്നേരം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 3 റിസൾട്ട് വന്നു, 3 നെഗറ്റീവാണ്. അപ്പം അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, അമ്മ നോക്കിക്കൊള്ളും, എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരാളും കൂടെ ഇല്ലേ അമ്മ പറഞ്ഞിട്ട്, അപ്പോൾ അമ്മ നോക്കിക്കൊള്ളും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. 3-ന് അന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഞാൻ ഇവിടെ തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ, ഉടമ്പടി എടുത്ത് തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഫോൺ കോൾ വരുന്നു. അച്ഛാ ഭയങ്കര അത്ഭുതം തന്നെയാണ്. കാര്യം ആദ്യം എടുത്ത ഹോസ്പിറ്റലിൽ എല്ലാം പോസിറ്റീവായ മിക്ക റിസൾട്ടും ഒരു മരുന്ന് പോലും ചെയ്യാതെ തന്നെ ഇവിടെ ഇപ്പോൾ അവരെടുത്ത സമയത്ത് എല്ലാ റിസൾട്ടും നെഗറ്റീവായിട്ട് മാറിയിരിക്കുന്നു. അപ്പം അവൾ പറഞ്ഞു, അമ്മയുടെ ഭയങ്കര അത്ഭുതം തന്നെയാണിത്, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ തൽക്കാലം ബയോപ്സി ചെയ്യാതെ തന്നെ അവർ വേറെ മരുന്നുകൾ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരുപാട് നാളുകൾ കിടക്കണം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെറും 9-ാം ദിവസമായപ്പോഴത്തേക്ക് ആൾ ഡിസ്ചാർജ് ചെയ്ത് വീടെത്തി. എത്ര നാൾ കിടക്കണമെന്ന് പോലും ഡോക്ടറിന് പോലും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. വെറും 9 ദിവസം കൊണ്ട് ആൾ വീടെത്തുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ ആദ്യം ചെയ്ത സ്കാനകത്ത് തന്നെ നെഞ്ചിനകത്തൊരു കട്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്താണെന്ന് നമുക്കൊന്ന് അറിയണം, അത് ചെറിയ സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ രണ്ടാമതൊരു MRI സ്കാൻ എഴുതി കൊടുത്ത്, അത് നീണ്ട ഒരു ഡേറ്റാണ് അവർ കൊടുക്കുക സ്കാൻ എടുക്കാനായിട്ട്. അത് എല്ലാ സ്ഥലത്തും ചെയ്യത്തുമില്ല സ്കാൻ, അത് അവിടെയും വേറെ 1-2 ഹോസ്പിറ്റലേ ഉള്ളൂ. ഞങ്ങൾ പല സ്ഥലത്തും തിരക്കിയിരുന്നു. പക്ഷേ ആ സ്കാൻ റിപ്പോർട്ട് സ്കാൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്നാ സ്കാൻ എടുക്കാൻ പോകുന്നത്? അത് നാളെയാണ് മോനെ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ചിറ്റ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ അമ്മയുടെ കാശുരൂപം കയ്യിൽ പോയി സ്കാനിങ് റൂമിലോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും ജപമാല വിടാതെ ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഈ കാശുരൂപം പിടിച്ചു, ഒരു കുഴപ്പം പറ്റത്തില്ല, ആ കട്ടിയൊന്നും അവിടെ കാണത്തില്ലെന്ന് ഞാനങ്ങ് പറഞ്ഞു. പക്ഷേ സ്കാൻ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു, ഞാനത് അറിയുന്നില്ല. കാരണം ഞാൻ ഒരു ദിവസം ചോദിച്ചു, സ്കാൻ റിപ്പോർട്ട് എന്തായി? അതെങ്ങും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ചാൽ കട്ടി അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പരിപൂർണ്ണ സൗഖ്യം നൽകി ഇപ്പോൾ ആൾ നല്ല കുഴപ്പമില്ലാതിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ ഒരു അലർജി പ്രശ്നമായിരുന്നു. അതായത് അവന് ജന്മനാ ഉള്ള ഒരു അലർജിയാണ്, ശ്വാസം മുട്ട്, തുമ്മൽ, ഇങ്ങനെ ഒരു അലർജി. ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് അവന് തണുത്ത വെള്ളത്തിൽ കുളിക്കാനോ തണുപ്പുള്ള സ്ഥലത്ത് പോകാനോ തണുത്തുള്ള ഒരു ഒരൊറ്റ ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. അവൻ്റെ മുഖമൊക്കെ പൊങ്ങുകയും ചുണ്ടുകളും കൈകളൊക്കെ പൊങ്ങുകയും ചൊറിച്ചൽ വികൃത രൂപം കണക്കാവും തണുത്തത് കഴിച്ച് കഴിഞ്ഞാൽ, അപ്പോഴേ ചുണ്ടും അവിടെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് അവൻ്റെ മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ കാണിക്കുകയും ആ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ എഴുതി. അപ്പോൾ അവന് അന്ന് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 21 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ അലർജി വരുന്നവർക്ക് ശരീരം നന്നാകത്തുമില്ല, ആഹാരം ഒട്ടും കഴിക്കത്തുമില്ല അവൻ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇവൻ പഴുവ് കണക്ക് തന്നെ ആഹാരമൊന്നും വലുതായിട്ട് കഴിക്കത്തുമില്ല. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി പുതുക്കിയ സമയത്ത് അവൻ്റെ അലർജിയുടെ ഇതും കൂടി ഞാൻ ഉടമ്പടി ചേർത്തിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പിന്നീട് അവന് 2ാമത് റിസൾട്ടുള്ളതായിട്ട് അവനെ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ടുള്ളതായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവന് അലർജി നല്ല കുറവുള്ളതായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുകൂടാതെ ഒരു 3 മാസത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. അന്ന് വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് 21 കിലോ ഉണ്ടായിരുന്ന ആൾ 2 ആഴ്ചയ്ക്ക് ഇറക്കി വെച്ച് ആഹാരങ്ങളൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവനന്ന് 27 കിലോ കൂടുതൽ അവന് വെയിറ്റ് ഭാരമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവന് കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും നിങ്ങൾ പ്രോട്ടീൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവന് എന്തെങ്കിലും ചോദിക്കുക. അവന് അങ്ങനെ അന്നേരം വൈഫ് പറഞ്ഞൊരു കാര്യം, ഇവന് ആഹാരമൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തോ അവന് കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഇപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു പ്രത്യേകിച്ച്. അങ്ങനെ അവൻ്റെ അലർജി പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് ഐസ് ഉണ്ടാക്കി അതെടുത്ത് കളിക്കുക,
ഐസ് വെള്ളം കുടിക്കുക. അവനിപ്പോൾ യാതൊരു കുഴപ്പമില്ല. കാര്യം 3 മാസത്തേക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി തന്ന മരുന്ന് അതേ കണക്ക് അവിടെ ഇരിപ്പുണ്ട്. ഏതാണ്ട് ഇടവിട്ട് 2 ദിവസം ഞാൻ അവന് 2 ദിവസം മാത്രമേ അവന് മരുന്ന് കൊടുത്തുള്ളൂ. ബാക്കി ഒറ്റ ദിവസം പോലും അവന് മരുന്ന് കൊടുത്തിട്ടുമില്ല. അവനിപ്പോൾ പൂർണ്ണമായിട്ട് ഓടിച്ചളിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞത്, ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് വന്ന് പത്രങ്ങളൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് പോയി. ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ അന്ന് ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ഇവിടെ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയെങ്കിലും പത്രം കൊടുക്കാനായിട്ട് പറ്റിയില്ല, വീട്ടിൽ കൊണ്ടങ്ങ് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളയ മോനൊരു ഷർദൽ കണക്ക് വന്നിട്ട് ഡോക്ടറെ കാണിച്ച് അവന് മരുന്ന് കൊടുത്ത ഷർദലങ്ങ് മാറി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കണമായിരുന്നു, തൊണ്ട ഇൻഫെക്ഷനായിട്ടൊന്ന് കാണിക്കണമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്ത് നമുക്ക് ഈ പത്രം കൂടി കൊടുക്കണം. ഞങ്ങളവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്കകത്ത് ക്രിസ്ത്യൻസും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും വരുന്നതാണ്. അപ്പോൾ വെളിയിൽ നിന്നിട്ടാണ് ആ പത്രം കൊടുക്കാറ്. പത്രത്തിൻ്റെ കൂടെ കാശുരൂപം കൂടെ കൊടുക്കുന്നൊരു പതിവാണ്. എല്ലാവർക്കും ഒരേ കാശുരൂപം കൂടെ കൊടുക്കാറുണ്ട്. പക്ഷേ ആ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ അമ്മയുടെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പത്രം കൊണ്ട് പോയെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചാൽ പള്ളിയിൽ ചെന്ന് പത്രം കൊടുക്കുവാൻ പ്രാർത്ഥിച്ചിട്ടിറങ്ങിയിട്ടാണ് വെളിയിറങ്ങിയിട്ടാണ് പത്രം കൊടുക്കാറ്. പത്രം കൊടുക്കാൻ വേണ്ടി വൈഫ് കുറച്ച് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞ ആൾക്കാർ കുറവായതുകൊണ്ട് വൈഫ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മുടെ പള്ളി കൊടുത്താൽ പോരെ, നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാത്തതാണ്. പക്ഷെ അന്ന് എന്തോ ഞാനും അങ്ങ് പറഞ്ഞാൽ ശരി പോവാം. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മോൻ്റെ ഷർദൽ വണ്ടി കയറി കുറച്ചങ്ങ് എന്നപ്പോൾ പറഞ്ഞ് ഇളയ കൊച്ചിന് ഷർദൽ തുടങ്ങിയെന്ന് പറഞ്ഞ് ഫോൺ വന്നു. പെട്ടെന്ന് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല ഛർദ്ദിച്ചാലും കഴിച്ചത് മൊത്തം ഛർദ്ദിച്ചാകെ ഒരു പരുവായി. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെങ്കിൽ ആ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയുടെ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അവന് കുരിശ് വരച്ചു കൊടുത്തു. പതപ്പിലും നെറ്റിയിലുമൊക്കെ കാലിലോ കയ്യിലൊക്കെ ആയിട്ട് കുരിശ് വരച്ചു കൊടുക്കുകയും അവനെ കിടത്തി. പിറ്റേ ദിവസം ഞാനങ്ങ് ജോലിക്ക് പോയി ഒരു 10-10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞ് ആ മൂത്ത ആളും ഭയങ്കര ഛർദ്ദലും അവൻ്റെ കാലൊക്കെ ഭയങ്കര വേദനയാണ്, ആകെ വയ്യാതെ അവനും കിടപ്പായെന്ന് പറഞ്ഞു. അതിനന്തരം പെട്ടെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഉടനെ തന്നെ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് റെഡിയായി നിന്നോണം, ആ പത്രം നമുക്ക് ഇന്ന് കൊണ്ട് കൊടുക്കണം. ഞാൻ ഇതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ് അങ്ങ് ഫോൺ വയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് 2 പേർക്കും വയ്യ. ഞാൻ അങ്ങനെ വൈഫിനെയും വിളിച്ച് പത്രമായിട്ട് പിന്നെ ആ പള്ളിയിൽ തന്നെ പോയി കാശ് രൂപ എല്ലാം എടുത്ത് പത്രമായിട്ട് അവിടെ പോയി നിന്നിട്ട് വീണ്ടും അതാണ് അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങി. ഞാൻ ഉടനെ തന്നെ പത്രം കൊടുക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് പത്രം കൊടുത്തുണ്ടെങ്കിൽ, പക്ഷേ മേടിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ മേടിക്കാനൊരു മടി, അറപ്പ് പോലെ ചിലരൊക്കെ അങ്ങനെ ഒരു മടി കാണിച്ചിട്ട് അങ്ങ് പോവാണ്. കൈ നീട്ടുമ്പോൾ തന്നെ കൈ മേടിക്കാതൊക്കെ പോകുന്നൊരവസ്ഥ. അങ്ങനെ വൈഫ് പറഞ്ഞു ഇന്നും ആൾ കുറവല്ലേ, നമുക്കങ്ങ് പോകാമെന്ന്. ഞാനിങ്ങനെ വൈഫിനെ നോക്കിയിട്ട് പറഞ്ഞ്, പക്ഷേ അതിന് മുമ്പ് എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് ഞാൻ സമയം നോക്കിയോ നേരം നോക്കിയോ ഒന്നുമില്ല, പക്ഷെ നീ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് നിനക്ക് സമയം നോക്കണമോ എന്നുള്ളൊരു ചോദ്യം എന്നിൽ തന്നെ ചോദിക്കുന്നവരാണ്. ഞാനത് പെട്ടെന്ന് എടുത്ത് അടിച്ച് വൈഫിൻ്റെ അടുത്ത് അതാണ് ഞാൻ പറഞ്ഞത്, അമ്മ ഇതാ ചോദിക്കുന്നത്, അപ്പോൾ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചു. അപ്പം വൈഫ് അനങ്ങിയില്ല. പിന്നീട് അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിൽ വന്ന് പത്രം മേടിച്ചിട്ട് പോവുക ചെയ്യുന്നത്. ഒരേ തരം കാശ് രൂപമായിരുന്നെല്ലാം അവർക്ക് ഓടി വന്ന് മേടിച്ചിട്ട് പോകുന്നത് ചെയ്യുന്നത്. അന്ന് അത്രയും പത്രവും എല്ലാം കൊടുത്തു തീർന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ്, ഈ പത്രം മൊത്തം കൊടുത്തു തീർന്ന് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ 2 പിള്ളേരെ നല്ല ഉഷാറായിട്ടിരിക്കും എന്ന് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ച് പത്രങ്ങളെല്ലാം കൊടുത്തിട്ട് വണ്ടിയിൽ കയറുമ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ നോക്കി അവർ 2 ആൾ നല്ല കിടക്കാൻ പോലെ നല്ല കളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അതേ കണക്കാണ് വീട്ടിൽ ചെന്നപ്പോൾ 2 പേർക്കും ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷമായിട്ട് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കോസ് 9:23 വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ബെൻഹർ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ധ്യാനം കൂടുവാനൊക്കെ ശ്രമിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുപ്പമായി. ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ചു. പിന്നെ അമ്മ ഈ സഹോദരനെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതാണ് നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. കയ്യിലെ മുഴ ക്യാൻസറാണെന്നൊക്കെ ഡോക്ടർ സംശയിച്ചത് വളരെ നിസ്സാരമായ രീതിയിലാണ്. ഉടമ്പടിയിൽ ബെൻഹർ ആഗ്രഹിച്ച പോലെ ഓപ്പറേഷൻ നടക്കണം, എന്നാൽ വേറൊരു പ്രശ്നം ഉണ്ടാവരുത്. അമ്മ ഇടപെടുന്നു എന്നതൊക്കെ മനസ്സിലാവുന്നത് വളരെ ടൈറ്റായ സമയത്ത് കടബാധ്യത കുറക്കുവാനായിട്ട് സാധിക്കുന്നു. ലക്ഷങ്ങളോളം പൈസകളൊക്കെ അത് വീട്ടുവാനായിട്ട് സാധിക്കുന്നു. ചിറ്റയ്ക്ക് അസുഖം വരുന്ന സമയത്ത് ബെൻഹർ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഉടനെ തന്നെ സൗഖ്യം. ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ബാധ്യസ്ഥമാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിക്കും. അതിനായിട്ട് നമ്മൾ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത് ഈശോയുടെ വാക്കുകൾ അനുസരിക്കുക എന്നുള്ളതാണ്.
ഉടമ്പടിയിൽ നമ്മൾ നിയോഗങ്ങൾ വയ്ക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിബന്ധനകളുണ്ട്. ബെൻഹർ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ നോക്കി, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ടൊക്കെ പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നതും അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്നുള്ളതാണ്. യോഹന്നാൻ 2:5. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അമ്മ പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്നുള്ളത്. മരിയനുടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്നത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. മരിയനുടമ്പടി പ്രാർത്ഥനയിലൂടെ ദൈവം ഈ സഹോദര കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.